മുഖ്യമന്ത്രി തർക്കത്തിലും വെട്ടും തഴയും കഴിഞ്ഞ് തീരുമാനത്തിലെത്തി ഒരു മാസം കഴിയുമ്പോൾ കെപിസിസിയിൽ പുതിയ യുദ്ധത്തിന് തുടക്കമായി. പ്രസിഡന്റ് പദവിയിൽ അവകാശവാദം ഉന്നയിച്ച് രാജ്മോഹൻ ഉണ്ണിത്താൻ എം പി രംഗത്തെത്തി. അധ്യക്ഷ പദവിയിലേക്ക് പരിഗണിക്കണമെന്ന ആവശ്യവുമായി കൊടിക്കുന്നിൽ സുരേഷ് എം പി എഐസിസി നേതൃത്വത്തെ സമീപിച്ചു. അധ്യക്ഷ കസേര ലക്ഷ്യമിട്ട് നേതാക്കൾ ചരടുവലി തുടങ്ങിയതോടെ ജില്ലയിൽ ഫ്ലക്സ് പ്രതിഷേധങ്ങളും ആരംഭിച്ചു കഴിഞ്ഞു. അതേസമയം പദവി ഒഴിയാൻ തയ്യാറാണെന്ന് സണ്ണി ജോസഫ് പ്രതികരിച്ചു. സണ്ണി ജോസഫ് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ തീരുമാനിച്ചതു മുതൽ കോൺഗ്രസിന് നാഥനില്ലാതായി എന്ന വിമർശനം പാർട്ടിക്കുള്ളിൽ തന്നെ ഉയർന്നിരുന്നു. തെരഞ്ഞെടുപ്പ് ജയത്തിന് പിന്നാലെ ചേർന്ന കെപിസിസി നേതൃയോഗത്തിൽ സ്ഥാനമൊഴിയാൻ സണ്ണി ജോസഫ് സന്നദ്ധത അറിയിച്ചിരുന്നു. സർക്കാരിനെതിരെ പ്രതിപക്ഷം രാഷ്ട്രീയ പ്രതിരോധം ശക്തമാക്കിയതോടെ കെപിസിസിക്ക് പുതിയ അധ്യക്ഷനെ തീരുമാനിക്കാൻ നേതാക്കൾ ചരടുവലി തുടങ്ങി. കെപിസിസി അധ്യക്ഷ പദവിയിലേക്കുള്ള സാധ്യതാ പേരുകളിൽ മുൻ പന്തിയിലുള്ള കൊടിക്കുന്നിൽ സുരേഷ് എം പി എഐസിസി അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖർഗെയെ നേരിട്ട് കണ്ട് പരിഗണിക്കണമെന്നാവശ്യപ്പെട്ടു. ദളിത് വിഭാഗത്തിൽ നിന്നൊരാൾ അധ്യക്ഷനായാൽ പാർട്ടിക്ക് ഗുണകരമെന്നായിരുന്നു കൊടിക്കുന്നിലിന്റെ അവകാശവാദം. അതേസമയം അധ്യക്ഷ സ്ഥാനത്തേക്കുള്ള മറ്റു പേരുകാരായ ബെന്നി ബെഹനാനും ആന്റോ ആന്റണിയും പ്രതീക്ഷയിലാണ്. സാമുദായിക സമവാക്യം പിന്തുണയ്ക്കുമെന്നാണ് ഇരുവരുടെയും പ്രതീക്ഷ. അതേസമയം കെ.സി. വേണുഗോപാൽ വഴി അധ്യക്ഷസ്ഥാനം ലക്ഷ്യമിട്ടുള്ള ഷാഫി പറമ്പിൽ എംപിയുടെ നീക്കങ്ങളും സജീവമാണ്. മുഖ്യമന്ത്രി സ്ഥാനം നഷ്ടപ്പെട്ട രമേശ് ചെന്നിത്തല അനുനയ നീക്കത്തിൽ ജോസഫ് വാഴക്കനെ അധ്യക്ഷനാക്കണമെന്ന് നിബന്ധന വെച്ചിരുന്നു. തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ട വി.എസ്. ശിവകുമാറും കെപിസിസി പ്രസിഡന്റ് സ്ഥാനത്തിനായി രംഗത്തുണ്ട്. ഇതിനിടെയാണ് അവകാശവാദവുമായി രാജ്മോഹൻ ഉണ്ണിത്താൻ പരസ്യമായി രംഗത്തു വന്നത്. സാമുദായിക സമവാക്യം നോക്കി പ്രസിഡന്റാക്കിയവർ പാർട്ടിക്ക് ഗുണം ചെയ്തില്ലെന്ന വിമർശനം കൂടി രാജ്മോഹൻ ഉണ്ണിത്താൻ ഉന്നയിച്ചു. ഇന്ന് പരിഗണിക്കപ്പെടുന്നവരിൽ യോഗ്യത മാനദണ്ഡമാക്കിയാൽ എന്നെ ആ സ്ഥാനത്തേക്ക് പരിഗണിക്കാൻ കഴിയുന്ന ഒരാളാണ്. അതുകൊണ്ട് എനിക്ക് ഒരവസരം തരണം. ജാതി സമവാക്യങ്ങൾ നോക്കി വെച്ച പ്രസിഡന്റ്മാരെ കൊണ്ടൊന്നും കോൺഗ്രസിനൊരു ഗുണവും ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് ഈ ജാതി സമവാക്യങ്ങൾ മാറ്റി നിർത്തിക്കൊണ്ട് പൈതൃകം, പാരമ്പര്യം, പ്രവർത്തന മികവ്, യോഗ്യത, അപ്പോൾ യോഗ്യതയാകണം മാനദണ്ഡം. അധ്യക്ഷ സ്ഥാനത്തേക്കുള്ള ചർച്ചകൾക്ക് ആക്കം കൂട്ടി വിവിധ ജില്ലകളിൽ ഫ്ലെക്സ് ബോർഡുകൾ പ്രത്യക്ഷപ്പെട്ടു. കോഴിക്കോട്, തൃശൂർ, കോട്ടയം ഡിസിസികൾക്ക് മുന്നിലാണ് കെപിസിസി അധ്യക്ഷനെ ഉൾപ്പെടെ വിമർശിച്ച് ഫ്ലെക്സുകൾ ഉയർന്നത്. കോൺഗ്രസിന് മുഴുവൻ സമയ പ്രസിഡന്റ് വേണമെന്നാണ് ഫ്ലെക്സിലെ ആവശ്യം. എംപിമാരും എംഎൽഎമാരും മണ്ഡലം നോക്കട്ടെയെന്നും ഫ്ലെക്സിലുണ്ട്. അവകാശവാദങ്ങളും ആക്ഷേപങ്ങളുമായി നേതാക്കൾ രംഗത്തെത്തിയതോടെ അധ്യക്ഷസ്ഥാനത്തിൽ കടിച്ചു തൂങ്ങാനില്ലെന്ന് സണ്ണി ജോസഫും പരസ്യമായി പ്രസ്താവിച്ചു. ഞാൻ രണ്ട് ചുമതലയും വഹിച്ചു പോകാനുള്ള എൻ്റെ പ്രയാസം തന്നെ ഞാൻ തക്ക സമയത്ത് നേതൃത്വത്തെയും കെപിസിസിയുടെ യോഗത്തിലും അറിയിച്ചിട്ടുണ്ട്. എന്നോട് എപ്പോൾ പകരം ആളെ നിയമിച്ച് എപ്പോൾ ചുമതല കൈമാറണം എന്ന് പറഞ്ഞാലും ആ സെക്കൻഡിൽ ഞാൻ തയ്യാറാണ്. ഐ ആം റെഡി ടു ക്വിറ്റ് അറ്റ് എനി ടൈം. അതേസമയം ഡൽഹിയിൽ നിന്ന് നിരീക്ഷകരെത്തി മുതിർന്ന നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തിയ ശേഷമാകും അധ്യക്ഷനെ തീരുമാനിക്കുക. അധികം വൈകാതെ പ്രശ്നം പരിഹരിക്കാനാണ് എഐസിസി ആലോചന. ന്യൂസ് മലയാളം, തിരുവനന്തപുരം.